നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ തുറന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധ കുറയ്ക്കാനുള്ള ലാമിനാർ ഫ്ലോ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുള്ള ഏക സർക്കാർ ആശുപത്രിയായി കാഞ്ഞിരപ്പള്ളി. വിളവെടുപ്പാനന്തര നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സ്മാർട്ട് ഫാമിംഗിലേക്ക് നീങ്ങും. ഫലസമൃദ്ധി പദ്ധതിക്ക് തുടക്കം. തനിക്കെതിരെ ഉപജാപക സംഘം പ്രവർത്തിക്കുന്നതായി ആന്റണി MP. വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് അതിന്റെ ഭാഗം. പാർട്ടി ഫോറങ്ങളിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും MP. കാഞ്ഞിരപ്പള്ളിയിൽ MLA കപ്പിനായുള്ള ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കം. മത്സരങ്ങൾ ഈ മാസം 12 വരെ കുന്നുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തനം തുടങ്ങി. ഇതോടെ കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുള്ള ഏക സർക്കാർ ആശുപത്രിയായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി മാറി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ആധുനിക ശസ്ത്രക്രിയാ വിഭാഗമായ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ലാമിനാർ ഫ്ലോ സാങ്കേതികത ഉപയോഗിച്ചുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കിയത്. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുള്ള ഏക സർക്കാർ ആശുപത്രിയായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഇതോടെ മാറി. കണ്ണ് ശസ്ത്രക്രിയ തിയേറ്റർ ഉൾപ്പെടെ 3 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ലാമിനാർ സംവിധാനം ഏർപ്പെടുത്തിയത്. വായുവിലൂടെ പകരുന്ന അണുബാധ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന വായു ലാമിനാർ ഫ്ലോ സിസ്റ്റം ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യും. അസ്ഥി, നേത്ര, അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് അണുവിമുക്തമാക്കാൻ സംവിധാനമുള്ള ഇത്തരം ലാമിനാർ തിയേറ്ററുകൾ അത്യന്താപേക്ഷിതമാണ്. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലെ 2ാം നിലയിലാണ് ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിക്കുന്നത്. 4 കിടക്കകൾ വരെ ഇടാവുന്ന രീതിയിലാണ് ICU ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ സംവിധാനം വന്നതോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടാകുന്ന അണുബാധ കുറയ്ക്കാൻ സാധിക്കും. കോംപ്ലക്സിൽ ഓപ്പറേഷൻ തിയേറ്ററുകളോടനുബന്ധിച്ച് 10 പേർക്ക് കിടക്കാവുന്ന പ്രീ ഓപ്പറേറ്റീവ് വാർഡ്, ശസ്ത്രക്രിയയ്ക്ക് ശേഷം 4 പേരെ കിടത്താവുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിനുള്ള സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ വിഭാഗം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ആർദ്രം പദ്ധതിയിലൂടെ 1 കോടി രൂപയും ദേശീയ ആരോഗ്യ ദൗത്യം ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി 75 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ സ്ഥാപിച്ചത്. ഉപകരണങ്ങൾക്കും മറ്റുമായി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ആശുപത്രി മെയിന്റനൻസ് ഫണ്ട്, CSR ഫണ്ട് എന്നിവയും ചെലവഴിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിളവെടുപ്പാനന്തര നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. കൃഷിരീതികൾ സ്മാർട്ടാക്കുന്ന സ്മാർട്ട് ഫാമിംഗിലേക്ക് സർക്കാർ ചുവടുവയ്ക്കുകയാണെന്നും കതിർ ആപ്പ് ഉടൻ സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഫലവൃക്ഷ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും പൂഞ്ഞാർ MLA സർവീസ് ആർമിയും ചേർന്ന് ഫലസമൃദ്ധി പദ്ധതി നടപ്പാക്കി. ഫലവൃക്ഷ കൃഷിയിൽ വിളവെടുപ്പാനന്തര നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കർഷകക്ഷേമ കാർഷിക വികസന വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 1500 കോടി രൂപയോളം വിളവെടുപ്പാനന്തര നഷ്ടമായി ഉണ്ടായതായി കണക്കാക്കുന്നു. ശീതീകരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചും ഈ നഷ്ടം നികത്താൻ സാധിക്കും. കൃഷിരീതികൾ സ്മാർട്ട് ആകുന്ന സ്മാർട്ട് ഫാമിംഗിലേക്ക് മാറാനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ചുവടുവെച്ചിരിക്കുന്നത്. ഇതിനായി ഒരുക്കിയിട്ടുള്ള കതിർ ആപ്പ് ഉടൻ സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാൽ കൂടുതൽ നാൾ നമുക്ക് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടെങ്കിൽ മൂല്യവർദ്ധിതമാക്കണ്ട, ഇതേപോലെ തന്നെ കുറെ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നല്ല വിലയുള്ള അവസരത്തിൽ എടുത്ത് നമുക്ക് വിൽക്കാൻ മതിയാവും. ഇപ്പൊ റബ്ബറിന്റെ കാര്യത്തിലാണെങ്കിൽ പോപ്പലൊക്കെ വെച്ച് നമ്മൾ ഉണക്കി റെഡിയാക്കി വരിക, നല്ല വില ഉണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞതുപോലെ പഴങ്ങളുടെ കാര്യത്തിൽ എന്താണ് മാറുന്നത്? പഴങ്ങളുടെ കാര്യത്തിൽ കോൾഡ് സ്റ്റോറേജ് പോലുള്ള സംവിധാനം ഉണ്ടാവണം. ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളിപ്പം ഗവൺമെന്റിൽ മറ്റു വകുപ്പുകളെല്ലാമായിട്ട് ആലോചിച്ചത് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ലൈസൻസ് തരണം എന്നായിരുന്നു. അങ്ങനെ കാർഷിക സർവകലാശാലയ്ക്ക് ലൈസൻസ് കിട്ടി, അത് മാർക്കറ്റ് ചെയ്യുന്നതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സർവകലാശാല വൈൻ ഉൽപ്പാദിപ്പിക്കും. ഇതാദ്യമായിട്ടാണ് നമ്മൾ അത്തരം വൈനുകൾ. ചക്ക കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് വേണ്ടതിലും സ്മാർട്ട് കൃഷിയിലേക്ക് നമ്മൾ നീങ്ങേണ്ട സമയമാണ്. തിടനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ സണ്ണി ജോസഫിന് കഴിയട്ടെ എന്ന് ആന്റണി MP. KPCC ഭാരവാഹികളുടെ പ്രഖ്യാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആന്റണി. തനിക്കെതിരെ ഒരു വിഭാഗം സൈബർ ആക്രമണം നടത്തുന്നുണ്ടെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് BJPയുടെ സഹായത്തോടെയുള്ള ഉപജാപക വൃന്ദമാണെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഉപജാപക സംഘം BJP നേതൃത്വത്തിലെ ചിലരുമായി ചേർന്നാണ് ഈ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയത്. 54 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു ചെറിയ കറുത്ത പൊട്ട് പോലും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പെറ്റി കേസ് പോലും എനിക്കെതിരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. MLA കപ്പിനായുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ കാഞ്ഞിരപ്പള്ളിയിൽ തുടങ്ങി. ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 12 വരെ ടൂർണമെന്റ് നീണ്ടുനിൽക്കും. MLA കപ്പിനായുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങി. ഈ മാസം 9 മുതൽ 12 തീയതി വരെയാണ് കുന്നുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടക്കുന്നത്. വല്യേടത്ത് രാജകൃഷ്ണന്റെ സ്മരണയ്ക്കായി വല്യേടത്ത് കുടുംബം ഏർപ്പെടുത്തിയ ട്രോഫിയാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികൾക്ക് നൽകുക. ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്ക് KT തോമസ് കരിപ്പാപ്പറമ്പിൽ മെമ്മോറിയൽ ട്രോഫിയും നൽകും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ N. ജയരാജ് MLA നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിമലയിലെ ടർഫിന്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1,14,00,000 രൂപയുടെ ടർഫ് മണിമല സ്റ്റേഡിയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാഴൂരിൽ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വോളിബോൾ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. കറുകച്ചാൽ പഞ്ചായത്തിലെ കുറ്റിക്കൽ 1 കോടി രൂപയുടെ പുതിയ ടർഫ് വരികയാണ്. അതോടൊപ്പം തന്നെയാണ് 27 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം. ഈ 4 പഞ്ചായത്തുകൾ കൂടി മാത്രമേ ഉള്ളൂ സ്റ്റേഡിയം ഇല്ലാത്ത. അവിടെ ആ 4 പഞ്ചായത്തുകളിലും അടുത്ത 1 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ലഹരിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറയുമ്പോൾ ലഹരിക്ക് മറുപടിയായിട്ട് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് പുതിയ തലമുറയെ കായിക മേഖലയിലേക്കും സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മുടെ ഒരു പദ്ധതിയായി കാഞ്ഞിരപ്പള്ളിയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് വിളർത്തിക്കൊണ്ട് നമ്മൾ ഈ 4 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, B. രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചങ്ങനാശ്ശേരി കാനറ ബാങ്ക് ഓഫീസിലേക്ക് നെൽകർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ പ്രകടനവും ധർണയും സംസ്ഥാന രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. പുഞ്ചകൃഷിയുടെ സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതിലും PRS ലോണിൽ അമിതമായ പലിശ ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന കാനറ ബാങ്കിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി കാനറ ബാങ്ക് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും കാനറ ബാങ്ക് പടിക്കലേക്കായിരുന്നു പ്രതിഷേധം. സംസ്ഥാന രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. NKSS പ്രസിഡന്റ് റജീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, സംസ്ഥാന നേതാക്കളായ ലാലിച്ചൻ പള്ളിവാതുക്കൽ, വേലായുധൻ കാവാലം, മാത്യു തോമസ് കോട്ടയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും ഗീവർഗീസ് സഹദായുടെ തിരുനാളും കല്ലിട്ട തിരുനാളും ഈ മാസം 10, 11 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10-ാം തീയതി നെല്ലിത്താനം കുരിശടിയിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കലിന്റെ കാർമ്മികത്വത്തിൽ റംശ പ്രാർത്ഥനയും പ്രസംഗവും നടക്കും. സമാപന ദിവസമായ മെയ് 11 രാവിലെ 10:00 ശംഷാബാദ് രൂപത സഹായമെത്രാൻ തോമസ് പാടിയത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോസിഞ്ചലൂസ് ഫാദർ ആന്റണി ഏത്തക്കാട് അധ്യക്ഷനാകും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂബിലി ജനറൽ കൺവീനർ ജോസ് വർഗീസ് കൂനംകുന്നേൽ, ജോയിന്റ് കൺവീനർ LJ മാത്യു ലാനിത്തോട്ടം, ജോസ് കുള്ളിക്കുളവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ 10-ാം തീയതി ശനിയാഴ്ച കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ ജോസ് പുളിക്കൽ പിതാവ് വരുന്നുണ്ട്. വന്ന് പ്രാർത്ഥനയും പ്രസംഗമൊക്കെ നടത്തുന്നു. അതിനുശേഷം 11-ാം തീയതിയാണ് സമാപന ദിനം. അന്ന് രാവിലെ 8:30 അഭിവന്ധ്യ തോമസ് പാടിയത്ത് പിതാവ്, ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാനായ പാടിയത്ത് പിതാവ്
വിശുദ്ധ ബലി അർപ്പിക്കുന്നു 8:30. അതേ തുടർന്ന് 10:30 ഹോളിലെ ഓഡിറ്റോറിയത്തിലെ പൊതുസമ്മേളനം നടത്തുന്നത്. ആ പൊതുസമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോസ് ഇൻചാർജ് മുഖ്യ വികാരി ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി ഏത്തക്കാട് അച്ഛനാണ്. മലയാള ബ്രാഹ്മണ സമാജം നവതി ആഘോഷ സമാപനവും സംസ്ഥാന സമ്മേളനവും മെയ് 11 കോട്ടയം ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 8:30 ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. 1:30 നടക്കുന്ന പൊതുസമ്മേളനം കവി വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 8 മണിക്ക് തന്നെ നമ്മുടെ ചൈതന്യ ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തൽ ചടങ്ങും അതേ തുടർന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. 8:30 ശബരിമല തന്ത്രി ആയിട്ടുള്ള ശ്രീ കണ്ഠരര് മഹേശ്വരര് മോഹനര് ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതേ തുടർന്ന് വാദ്യമേളങ്ങളോടുകൂടി അതിന് സ്വാഗത ഗാനം ആലാപനത്തോടുകൂടി പരിപാടി ആരംഭിക്കുക. പോലീസിനെ വട്ടം ചുറ്റിച്ച് പാലായിൽ റൗണ്ടാന. ഗതാഗതക്കുരുക്കും പ്രതിഷേധവും ശക്തമായതോടെ ഇഷ്ടികകൾ എടുത്തുമാറ്റി. നേരം ഇരുട്ടി വെളുത്തപ്പോൾ പാലാ ടൗണിൽ ഒരു റൗണ്ടാന റെഡി. സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലാണ് സിമന്റ് ഇഷ്ടിക ഉപയോഗിച്ച് രാത്രിയിൽ ഒരു സംഘം പൊതുപ്രവർത്തകർ റൗണ്ടാന ഉണ്ടാക്കിയത്. നേരം പുലർന്നതോടെ വാഹന ഗതാഗതം താറുമാറായി. വേണ്ടപ്പെട്ട അധികാരികളുടെ അനുമതിയില്ലാതെ സ്ഥാപിച്ച റൗണ്ടാന ചില്ലറ പണിയൊന്നുമല്ല അധികാരികൾക്ക് ഉണ്ടാക്കിയത്. ഗതാഗത തടസ്സത്തെ തുടർന്ന് പ്രതിഷേധം രൂക്ഷമായതോടെ നഗരസഭയും പോലീസ് അധികാരികളും ഇടപെട്ട് സിമന്റ് ഇഷ്ടിക മാറ്റുകയായിരുന്നു. പുലർച്ചെ മുതൽ പോലീസ് അധികാരികളും ജനങ്ങളും ഏറെ പണിപ്പെട്ടിട്ടും ഈ ഭാഗത്ത് ഗതാഗതം നിയന്ത്രിക്കാനായില്ല. സുഗമമായ ട്രാഫിക് നിയന്ത്രണത്തിനായി റൗണ്ടാന സ്ഥാപിക്കണമെന്ന അധികാരികൾക്ക് കൊടുത്ത പരാതിയിൽ 1 വർഷമായിട്ടും പരിഹാരം കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. 1.5 വർഷം മുമ്പോടെ സമരം നടത്തി വേറെ ഒന്നുമില്ല. ഈ ഇത്രയും വലിയ ബൈപ്പാസ് ജംഗ്ഷന് ഒരു റൗണ്ടാന സംഘടിപ്പിക്കാനും ഒരു സിഗ്നലേറ്റ് പിടിപ്പിച്ച് ട്രാഫിക് സുരക്ഷിതമാക്കേണ്ടതിന് പകരം എല്ലാ ശനിയാഴ്ചയും കാണാം 4-5 പോലീസ് ഉദ്യോഗസ്ഥർ വേർത്ത് ഒഴുകി ഈ പൊരിഞ്ഞ പേരിട്ട് കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവരൊന്ന് ഉണർത്തുക, അധികാരികൾ ഉണർത്തുക, PWD അധികാരികളും MP ജനപ്രതിനിധികളും ഉണർത്താൻ കഴിയുക. അതിനുവേണ്ടിയുള്ള ഒരു ഇതാണ് വെച്ചിരുന്നത്. കണ്ട സർക്കാരിലേക്ക് എടുത്തു വെച്ചു. അത് ആർമി നമ്മുടെ പല മുൻ മുനിസിപ്പൽ കമ്മീഷണർ രവീഷ് സാറും ഞങ്ങളെല്ലാം അവിടെ കൂടി ചെയ്തു അധികാരികൾ ഉണർത്തുക. അല്ലാണ്ട് വെറുതെ ഉറപ്പിച്ചു അപ്പോൾ വെയിലെടുത്തൊന്നും ചെയ്തില്ല. ബന്ധപ്പെട്ട ഇതിലൂടെ സ്ഥിരമായ ഒരു ട്രാഫിക് ലൈറ്റ് ട്രാഫിക് സിഗ്നലേറ്റും റൗണ്ടാനും പിടിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ആ ഇവിടെ MP-മാരെ ഉണർന്ന് ആ വേണ്ട കാര്യം അടിയന്തരമായി ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതിയോ അവരോട് കൂടിയാലോചനയോ ഇല്ലാതെ ചെയ്ത പ്രവൃത്തിയിൽ നടപടിയെടുക്കുമെന്ന് പോലീസ് അധികാരികളും വ്യക്തമാക്കി. പാല രാമപുരം റോഡിൽ നിന്ന് ടൗണിലേക്കും ടൗൺ റോഡിന് സമാന്തരമായ ബൈപ്പാസിലും സിവിൽ സ്റ്റേഷൻ റോഡിന് മുൻവശവും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പോലീസ് അധികാരികൾ നോക്കി നിൽക്കെ വാഹനങ്ങൾ നിരത്തി വെച്ച ഇഷ്ടിക കാണാതെ വന്നു കയറുന്നതും കാണാമായിരുന്നു. രാത്രിയിൽ അപകടങ്ങൾ ഉണ്ടാവാതിരുന്നതും ഭാഗ്യമായി. ന്യൂസ് ബ്യൂറോ, പാല. പാല രൂപത മിഷണറി സംഗമം നാളെ പ്രവിത്താനത്ത് നടക്കും. രാവിലെ 10 മണിക്ക് പ്രവിത്താനം ഫൊറോന പള്ളിയിൽ നടക്കുന്ന മിഷണറി സംഗമത്തിൽ 4000 പേർ പങ്കെടുക്കും. പാല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ രൂപതയിൽ നിന്നുള്ള മിഷണറിമാരുടെ സംഗമത്തിനായി പ്രവിത്താനം ഒരുങ്ങി. നാളെ രാവിലെ 9:15 മുതൽ പ്രവിത്താനം മാർ അഗസ്തീനോസ് ഫൊറോന പള്ളിയിലാണ് സംഗമം. രൂപതാംഗങ്ങളായ സന്യാസിനിമാരും 2700-ലേറെ സന്യാസ സഹോദരങ്ങളും രൂപതാംഗങ്ങളായ 30-ൽ പരം മെത്രാന്മാരും സ്വദേശത്തും വിദേശത്തുമായി ശുശ്രൂഷ ചെയ്യുന്ന പാല രൂപതാംഗങ്ങളായ മിഷണറിമാരും പാല രൂപതയ്ക്കുള്ളിൽ ശുശ്രൂഷ ചെയ്യുന്ന രൂപതാംഗങ്ങളായ എല്ലാ വൈദികരും സിസ്റ്റേഴ്സും വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 4000-ലേറെ പേർ മിഷണറി സംഗമത്തിൽ പങ്കുചേരും. രാവിലെ 9:15 വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള പ്രദക്ഷിണം നടക്കും. 9:30 നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ 14-ൽ പരം മെത്രാന്മാർ പങ്കെടുക്കും. 11:15 ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ മെത്രാന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും MP-മാരും MLA-മാരും ജനപ്രതിനിധികളും വിവിധ സന്യാസ സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാർ എന്നിവരും പങ്കെടുക്കും. മിഷണറി സംഗമത്തിന് എത്തിച്ചേരാൻ ഭരണങ്ങാനം ഫെറോണപ്പള്ളിയുടെ മുമ്പിലെ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്നും പ്രവിത്താനം MKF ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും സമ്മേളന സ്ഥലത്തേക്ക് രാവിലെ 8 മുതൽ 9:30 വരെയും പൊതു മീറ്റിംഗ് അവസാനിച്ച ശേഷം ഇതേ സ്ഥലത്തേക്ക് തിരിച്ചും SJCET കോളേജ് ബസ് സൗകര്യം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ തുറന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധ കുറയ്ക്കാനുള്ള ലാമിനാർ ഫ്ലോ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുള്ള ഏക സർക്കാർ ആശുപത്രിയായി കാഞ്ഞിരപ്പള്ളി. വിളവെടുപ്പാനന്തര നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. സ്മാർട്ട് ഫാമിംഗിലേക്ക് നീങ്ങും. ഫലസമൃദ്ധി പദ്ധതിക്ക് തുടക്കം. തനിക്കെതിരെ ഉപജാപക സംഘം പ്രവർത്തിക്കുന്നതായി ആന്റോ ആന്റണി MP. വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് അതിന്റെ ഭാഗം.
പാർട്ടി ഫോറങ്ങളിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും MP. കാഞ്ഞിരപ്പള്ളിയിൽ MLA കപ്പിനായുള്ള ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കം. മത്സരങ്ങൾ ഈ മാസം 12 വരെ കുന്നുംഭാഗം സ്കൂൾ ഗ്രൗണ്ടിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.